നമ്മൾ പല രീതിയിലുള്ള ടൈപ്പോഗ്രാഫിക്സ് കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷ്, മലയാളം ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഇന്നിവിടെ ഈ ഒരു മലയാളം ടൈപ്പോഗ്രാഫി നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. ഡിസൈൻ ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും ലാപ്പോ സിസ്റ്റമോ ഉണ്ടായിരിക്കണമെന്നില്ല. ബിഗിനേഴ്സിൻ്റെ കയ്യിൽ കൂടുതലും മൊബൈൽ ഫോൺ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇതേ കണക്കുള്ള ഫോണ്ട് നമുക്ക് എങ്ങനെ ഫോണിൽ ചെയ്തെടുക്കാം, അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് ഇന്ന് നമുക്കുള്ളത്. സോ ഡിസൈൻ മെൻറ്റർ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്ത് വെച്ചേക്ക്. ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്പായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ഇതുപോലുള്ള ഫോണ്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിൽ ബർഫി എന്ന് പറയുന്ന ഒരു ആപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ബർഫി, BURFY, ബർഫി എന്നാണ് ആ ഒരു ആപ്പിൻ്റെ പേര് വരിക. ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് ഇങ്ങനൊരു ക്യാൻവാസാണ് വരുന്നത്. അതിൽ ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് പല ടൈപ്പ് വരും. ഞാനിവിടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി കൊടുത്തു, ഓക്കെ കൊടുത്തു. അതിലിവിടെ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇമേജസ് ചൂസ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഗാലറിയിൽ നിന്നൊരു ഇമേജ് ക്ലിക്ക് ചെയ്തു. ആ ഒരു എൻഡ് പോയിൻ്റ് വെച്ചിട്ട് ഞാനത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ള് ആ ഒരു ഇത് സർഫസ് കവറായി വരുന്ന രീതിയിൽ ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്കതെന്താ ഫിറ്റായി നിൽക്കും. ഇനി എനിക്ക് ഫോണ്ടാണ് വേണ്ടത്. ഞാനവിടെ T ടൈപ്പ് ചെയ്തു. നമുക്ക് മുകളിൽ ഇംഗ്ലീഷ്, മലയാളം ഇഷ്ടംപോലെ ഫോണ്ടുകളുണ്ട്. സോ നമുക്ക് ആദ്യമൊക്കെ പെയ്ഡായിട്ടായിരിക്കും വരിക. താഴോട്ടുള്ളത് നമുക്കെന്താ ഫ്രീ ആയിട്ടാണ് വരുന്നത്. ജസ്റ്റ് ആ ഒരു ഫോണ്ട് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് ഫോണ്ട് വേണമെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മലയാളം കീബോർഡ് യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്യുക. ആ വേർഡ് നമുക്കവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ആ വേർഡ് ടൈപ്പ് ചെയ്യുക. ബോൾഡ് ആക്കണോ, ഇറ്റാലിക് ആക്കണോ, അലൈൻമെൻറ്റ് അതിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എവിടാണോ വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ഫോട്ടോഷോപ്പിലോ കാര്യങ്ങൾക്കോ എടുക്കുന്ന പകുതി ടൈം മതി ഫോണിൽ ചെയ്യാൻ. അവിടെ നമുക്കെന്താ ഗ്രേഡിയൻറ്റ് വേണമെങ്കിൽ ഗ്രേഡിയൻറ്റ് കൊടുക്കാം. താഴെ ആ ഒരു കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡിയൻറ്റ് വരുന്നുണ്ട്, ടെക്സ്ചേഴ്സ് വരുന്നുണ്ട്. ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഏതൊക്കെ ഇത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്ത് നമുക്ക് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. ഓരോ ടെക്സ്ചേഴ്സും നമുക്കതവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്രേഡിയൻറ്റ് വേണമെങ്കിൽ ഗ്രേഡിയൻറ്റ് കൊടുക്കുക. സോളിഡ് കളർ വേണമെങ്കിൽ സോളിഡ് കളർ കൊടുക്കുക. നമുക്കിഷ്ടം എങ്ങനെയാണോ അതേ കണക്ക് അതവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. താഴത്തെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതവിടെ കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കാൻ പറ്റും. ഇനി നമുക്കതിനെ അറേഞ്ച് ചെയ്യണം. അതായത് പെർസ്പെക്റ്റീവ് വേണം. ഡിസ്റ്റോർട്ട് ഉണ്ടല്ലോ ഫോട്ടോഷോപ്പിൽ, അതേ കണക്ക് തന്നെയാണ് ഇതിനെ ജസ്റ്റ് നമുക്ക് ഡിസ്റ്റോർട്ട് ചെയ്യുക അല്ലെങ്കിൽ റാപ്പ് ചെയ്യാം. അത് വേണമെന്നുണ്ടെങ്കിൽ എന്താ ജസ്റ്റ് ആ ഒരു താഴെ ഓപ്ഷൻ കിടപ്പുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കതെന്താ അവിടെ പെർസ്പെക്റ്റീവായിട്ട് കാണാൻ പറ്റും. നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം. നമ്മുടെ ഡിസൈൻ എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. താഴത്തെ ടിക്ക് മാർക്ക് ടിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതവിടെ ഫിക്സഡ് ആയിട്ട് കാണാൻ പറ്റും. എവിടെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കതിനെ അറേഞ്ച് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. സൈസ് കാര്യങ്ങളെല്ലാം കുറച്ച് കൊടുക്കുക. എവിടാണോ അറേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അതിനെ അറേഞ്ച് ചെയ്ത് പെർസ്പെക്റ്റീവ് ചെയ്ത് കൊണ്ടുവെക്കാനായിട്ട് പറ്റും. നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുന്ന കണക്ക് തന്നെ ഇതിനകത്തും ചെയ്യാനായിട്ട് പറ്റും. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് എവിടെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സ്ഥലത്ത് അതിനെ കൊണ്ടുവയ്ക്കുക, അറേഞ്ച് ചെയ്യുക. മുകളിലോ താഴെയോ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ നമുക്ക് എവിടാണോ വേണ്ടത് അവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഫോട്ടോഷോപ്പിൻ്റെ കണക്ക് തന്നെയാണ് നമുക്ക് മൗസ് യൂസ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്ന കണക്ക് തന്നെ ഇതിലും അറേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഇറേസറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ടെക്സ്റ്റ് എന്തെങ്കിലും ഇറേസ് ചെയ്യണമെങ്കിൽ എന്താ ജസ്റ്റ് അത് ഇറേസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മുകളിൽ അൺഡു ബട്ടൺ ഉണ്ട്, പഴയ കണക്കാക്കാനും പറ്റും. ഇനി ഇറേസർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്ലർ ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ടെക്സ്റ്റിനെ നമുക്കൊന്ന് ബ്ലർ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലർ ചെയ്ത് കാണിക്കാം. ടെക്സ്റ്റിൻ്റെ എഫക്റ്റാണ് നമ്മളതെല്ലാം കൊടുക്കുന്നത്. ഇനി നമുക്കിത് സേവ് ചെയ്യണമെങ്കിൽ മുകളിൽ ഡോട്ട് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. സേവിങ് പ്രൊജക്റ്റ് എന്നായിരിക്കും നമുക്ക് വരിക. അത് നമുക്ക് സേവ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ലെയേഴ്സ് ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്ത ലെയേഴ്സൊക്കെയാണ് അവിടെ കാണുന്നത്. ഇനി നമുക്ക് സേവ് ചെയ്യണമല്ലോ. മുകളിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇതിൽ നമുക്ക് ഫുൾ സൈസ് വേണോ, PNG വേണോ, JPG വേണോ, PDF വേണോ, ഏത് വേണമെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. ഞാനിവിടെ ട്രാൻസ്പെറൻറ്റ് കൊടുത്തു, ഡൗൺലോഡ് കൊടുത്തു. അപ്പോൾ നമുക്കെന്താ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കിട്ടുക. ഈ ഡൗൺലോഡ് ചെയ്തത് നമുക്ക് ഗാലറിയിലായിരിക്കും കാണാൻ പറ്റുക. ജസ്റ്റ് ഗാലറി ഓപ്പൺ ചെയ്യുക. അത് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ ആയിരിക്കും കാണാനായിട്ട് പറ്റുക. ഓക്കെ, ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സിന് ഡിസൈൻ മെൻറ്റർ ഫോളോ ചെയ്ത് വെച്ചേക്ക് ആവശ്യം വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.